അഡീനിയൻ ചെടികൾ ഗാർഡനിൽ നല്ല ഭംഗി കൊടുക്കുന്ന ചെടികളാണ്. ഈ ഫെബ്രുവരി മാസം ഒക്കെ പൂക്കൾ നിറഞ്ഞുണ്ടാവണ കാലമാണ്, നല്ല ചൂടുകാലമാണ്. അപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണം, എന്നാലാണ് നമ്മുടെ അഡീനിയം പൂക്കൾ നിറഞ്ഞ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അഡീനിയൻ ചെടി ബോൺസായി ലുക്കിൽ വരണതും ഒക്കെ ഈ സമയത്ത് ചെയ്യണ ഈ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അതായത് പ്രൂണിങ്. ഈ ഒരു ചൂട് കാലത്ത് നോക്കിയിട്ട് നമ്മൾ അഡീനിയൻ ചെടി പ്രൂൺ ചെയ്യണം. എല്ലാവരും ചോദിക്കാറുണ്ട് ഡൗട്ട്, ഏത് സമയമാണ് പ്രൂണിങ്ങിന് പറ്റിയൊരു സമയമെന്ന്. അപ്പോൾ ഈ ഫെബ്രുവരി മാസം മഞ്ഞ് മാറി നല്ല ചൂട് കാലം, ഫെബ്രുവരി ലാസ്റ്റോടുകൂടി നല്ല ചൂട് തുടങ്ങും. ആ സമയത്ത് നമ്മൾ ചെടി പ്രൂൺ ചെയ്ത് വളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സീസൺ മുഴുവൻ നമുക്ക് പൂക്കാവടി പോലെ പൂക്കൾ നിറഞ്ഞുണ്ടാവും. സിംഗിൾ പെറ്റൽ റോസ് അഡീനിയം പ്ലാന്റിന് ഇത് നമ്മൾ പ്രൂൺ ചെയ്തതാണ്. അപ്പോൾ നിറഞ്ഞ് ശാഖകൾ വന്ന് പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിത്തുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ വിത്താണ്. ഇനി നമ്മളൊരു പ്ലാന്റ് ഈ ഫെബ്രുവരി മാസം പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ശാഖകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പൂവുണ്ടായിട്ടില്ല. ഫെബ്രുവരി മാസം നല്ല ചൂടുകാലമാണല്ലോ, ആ സമയത്ത് വേണം നമ്മൾ അഡീനിയൻ ചെടികളുടെ പ്രൂണിങ് ചെയ്യാനായിട്ട്. അപ്പോൾ മഞ്ഞ് മാറി ജനുവരി മാസത്തിൽ കുറച്ച് മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ട് നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അഡീനിയൻ ചെടികൾ പ്രൂണിങ് ചെയ്യാം. പൂവിടാത്ത കൊമ്പ് നോക്കിയിട്ട് വേണം പ്രൂൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെടിയാണ് ഞാൻ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. നല്ലോണം ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ പൂവുള്ള ശാഖകൾ പ്രൂൺ ചെയ്യണില്ല, അല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് പ്രൂൺ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഈ ചെടീനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഈ ഭാഗത്തൊക്കെ ചീഞ്ഞൽ വന്നിട്ടുണ്ട്, കണ്ട. ഇതിങ്ങനെ ചീഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൈയോടെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ചീയൽ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ അഡീനിയത്തിൻ്റെ കോഡക്സ് നാശമായി പോകും. നമ്മുടെ പ്രൂണിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രഷ് ബ്ലേഡാണ് എടുത്തുള്ളത്, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണത്. പുതിയ ബ്ലേഡ് ആയ കാരണം കുഴപ്പമില്ല. എന്നിട്ട് പൂവിടാത്ത ശാഖകളാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ കുറച്ച് കയറി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ട, ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂവില്ലാത്ത ശാഖയാണ്. അതുപോലെ അത് നോക്കി കട്ട് ചെയ്യാം. ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികൾ അഴുകൽ രോഗം വരും. പിന്നെ ഇതുപോലെ നല്ല ചൂട് കാലത്ത് പ്രൂൺ ചെയ്യണം. എന്തായാലും നമ്മൾ ഈ ഒരു ഫെബ്രുവരി മാസം അഡീനിയത്തിന് ഇതുപോലെ കാര്യമായിട്ട് തന്നെ ഒന്ന് പ്രൂണിങ്ങും അതുപോലെ റിപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്താലാണ് നമ്മുടെ ചെടിയിൽ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ ഒരു ഭംഗി വേറെ തന്നെ. അഡീനിയത്തിൻ്റെ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡീനിയത്തിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അത് തന്നെ പൂക്കൾ നിറഞ്ഞുണ്ടായിക്കോളും. ഓക്കെ, അതിൻ്റെ ഇപ്പോൾ ഒരു ഇതൊക്കെ പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റീപോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അഡീനിയം ഇതുപോലെ എടുത്ത് മണ്ണൊക്കെ തട്ടി കുടഞ്ഞ് മാറ്റാം. ഈ ചട്ടി ചെറുതായി, ഇപ്പോൾ കോഡക്സ് ഒക്കെ വലുതായില്ലോ. അപ്പോൾ ഇത്തിരിയും കൂടിയും വലിയൊരു പോട്ടിലേക്ക് മാറ്റാനായിട്ടാണ്. പിന്നെ അപ്പോൾ ഈ ഒരു വേരിൻ്റെ പോർഷനൊക്കെ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാട്ടാ. അത് നമുക്കിപ്പോൾ ചെയ്യാം. പിന്നെ ഈ ഒരു വെള്ളം ഊർന്നു വരുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുക്കാം. അതുപോലെ ഒപ്പിയെടുത്തിട്ട് വേണം നമുക്ക് മെഴുകോ അല്ലെങ്കിൽ സാഫോ തേക്കാനായിട്ട്. ഇതുപോലെ അങ്ങനെ ചെയ്യും. എല്ലാ വീഡിയോയിലും ഞാൻ പ്രൂണിങ്ങിനെ പറ്റി നല്ലോണം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ പ്രൂണിങ് ചെയ്യണതിൻ്റെ എല്ലാ കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനത് പെട്ടെന്ന് ചെയ്തു പോകണം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടും. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. സാഫ്, അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു ഫംഗിസൈഡാണ്. ഇത് നമുക്ക് കുറച്ചെടുത്ത് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുത്ത് നമുക്കിവിടെ കട്ട് ചെയ്ത പോർഷനിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ഓരോ പ്രാവശ്യം പ്രൂണിങ് ചെയ്യണോടുകൂടി നമ്മുടെ അഡീനിയൻ ചെടി നല്ല ബുഷിയാവും, നിറച്ച് ശാഖകളും വരും, അതുപോലെ പൂക്കളും നിറഞ്ഞുണ്ടാവും. പിന്നെ മെഴുകുതിരി ഇട്ടിച്ചാലും മതി കേട്ടാ, വെള്ളം ഇറങ്ങി പോകരുത് അതിലേക്ക്, അത്രയേ വേണ്ടൂ. ഈ ഭാഗം കഴിഞ്ഞു, ഈ ഒരു പോർഷൻ. ഇതിപ്പോൾ ഞാൻ പൂവിട്ട ഭാഗം കട്ട് ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ കൊമ്പോളൊക്കെ പോയി കഴിഞ്ഞാൽ കോഡക്സ് വലുതായി ചെറിയൊരു പോർഷനായിട്ടാണ് കിട്ടുക. ഇതിപ്പോൾ പൂവിട്ടത് എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, അത് കാരണം കട്ട് ചെയ്യാഞ്ഞതാണ്. നല്ലൊരു പാത്രമാണ് ഞാൻ എടുത്തുള്ളത്. അതുപോലെ തന്നെ ഹോൾസ് ഞാൻ എക്സ്ട്രാ കുറേ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ബേസിന് എവിടുന്ന വാങ്ങിക്കാൻ കിട്ടാമെന്നൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ ചെടിച്ചട്ടി വിൽക്കണോടത്തുനിന്ന് ഞാൻ വാങ്ങിച്ചുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ ഹോൾസ് നിറച്ചിട്ട് കഴിഞ്ഞിട്ട് അത് വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഹോൾസ് നിറച്ച് കല്ലിട്ട് കഴിഞ്ഞാൽ വർഷക്കാലത്ത് വരെ നമ്മുടെ അഡീനിയൻ ചെടികൾ പുറത്ത് വയ്ക്കാൻ പറ്റും. വെള്ളം കെട്ടി നിൽക്കാണ്ട് വാർന്ന് പോകാൻ വേണ്ടി നമ്മൾ ഹോൾസ് ഇട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ കല്ലുകൾ ഇടാം, വലിയ കല്ലുകൾ ഇട്ടാൽ മതി. എന്നിട്ട് വേണം നമ്മുടെ മണ്ണ് സെറ്റ് ചെയ്യേണ്ടത്. സോയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ പാറപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പാറപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അഡീനിയത്തിന് ബെസ്റ്റാണ്. ചെടിയുടെ കടയ്ക്ക് ചൂട് കിട്ടും.
പിന്നെ ഇത് ആട്ടുംകാട്ടാണ്. ഇത് ഇട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം പൂക്കളുണ്ടാവും. എല്ലാ കാലത്തും പൂക്കളുണ്ടാവാൻ വേണ്ട ഒരു ടിപ്പാണ് ആട്ടുംകാട്ടം ചേർക്കുന്നത്. പിന്നെ ഇത് ചാണകപ്പൊടിയാണ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് എല്ലുപൊടി ചേർക്കണം. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അടീനിയത്തിൻ്റെ പോട്ടിൽ നിറയ്ക്കാം. അപ്പോൾ നമ്മൾ പ്രൂണിങ്ങും റീപോട്ടിങ്ങും ഒരുമിച്ച് ചെയ്തു. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. പിന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാട്ടോ, നല്ല വളർച്ച കിട്ടും. ഇപ്പം ഞാൻ ചൂടുകാലമായ കാരണം അത് നിർത്തിയത്. സാധാരണ റീപോർട്ട് ചെയ്യുമ്പോൾ വെർമി കമ്പോസ്റ്റ് ചേർക്കണം. ഇതിപ്പോൾ ചൂടുകാലമല്ല, പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചേർത്തുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചാരം ചേർക്കാം, അത് നല്ലൊരു വളമാണ്. പിന്നെ പെർലൈറ്റ് ചേർക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇവിടെ ചെടി പൂവിടാൻ വേണ്ട വളങ്ങളൊക്കെ ഇപ്പോൾ ചേർക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം. അതിന് ശേഷം നമുക്ക് ചെടി വയ്ക്കാം. നമ്മൾ പ്രൂണിങ് ചെയ്താൽ കൈയോടെ തന്നെ വളം ചേർക്കണം, എന്നാലും നമ്മുടെ ചെടിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളത്. ഇനി നമുക്ക് ചെടി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഇത് വെക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ചെടി. എന്നിട്ട് ബാക്കിയുള്ള പോർഷനിൽ സെറ്റ് ചെയ്ത മണ്ണ് ഇട്ട് നിറയ്ക്കാം. ഇത്രയേ വേണ്ടൂ റീപോർട്ടിങ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പ്രൂണിങ് സമയത്ത് ഇങ്ങനെ റീപോർട്ട് ചെയ്താൽ മതി. ഇനി നല്ല ഗ്രോത്തിൽ അടീനിയം ചെടി വളരും. അതുപോലെ തന്നെ പൂക്കളും നിറഞ്ഞുണ്ടാവും. കോഡക്സ് ഉയർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം. പിന്നെ അതുപോലെ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് വെള്ളം പെട്ടെന്ന് വാർന്നു പോകണം. കണ്ട, വെള്ളം കെട്ടിക്കരുത്, ഇതുപോലെ വാർന്നു പോകണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. വെള്ളം കെട്ടിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെടി ഒന്നുകൂടി മാറ്റി നടണം. DAP വളമാണ് നമ്മുടെ ചെടികളിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ വേണ്ടി ചേർക്കണ ഒരു വളമാണ്. അപ്പോൾ നമ്മൾ റീപോർട്ടിങ് കഴിഞ്ഞ് കുറച്ച് മണി നമ്മൾ കോഡക്സ് നീങ്ങി ഒന്ന് ചേർക്കണം. എന്നിട്ട് കൈയോടെ വെള്ളം ഒഴിക്കും വേണം. വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ അടീനിയത്തിൻ്റെ റീപോർട്ടിങ് ഓക്കെ ആയിട്ട്. പിന്നെ കാലത്ത് നേരം വെള്ളം ഒഴിക്കണം. പിന്നെ റീപോർട്ടിങ് കഴിഞ്ഞാൽ ഒരു ആഴ്ചയോളം തണലത്ത് വെക്കണം. അതിനുശേഷം വെയിലത്ത് വെച്ചാൽ മതി. മഴക്കാലത്ത് ഒരിക്കലും പ്രൂൺ ചെയ്യരുത്. പിന്നെ പൂക്കൾ കുറയുന്ന സമയത്ത് വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫെബ്രുവരി നല്ല ചൂടുകാലമായിട്ട്, ഫെബ്രുവരി ലാസ്റ്റ് ആവാറായിട്ട്. അപ്പോൾ പ്രൂണിങ് ഏറ്റവും നല്ല ടൈമാണ്. പ്രൂണിങ് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്ത പോർഷനിൽ വെള്ളം നിൽക്കാൻ പാടില്ല. പിന്നെ വെള്ളം നിൽക്കാണ്ട് വേഗം ഒഴുകി പോകണം. പിന്നെ സൺലൈറ്റ് നമ്മുടെ അടീനിയം ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം. ഒരു 7-8 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടണം. പിന്നെ അതുപോലെ NPK വളം പൂവിടാൻ നല്ലതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അടീനിയം ചെടി പെർഫെക്റ്റായിട്ട് കോഡക്സ് വലുതായി ബോൺസായി ലുക്കിൽ ഉണ്ടാവുള്ളൂ. പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൈസ് മാറ്റി, അതായത് വലിയ പോട്ടിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഫെബ്രുവരി മാസം ലാസ്റ്റ്, അതായത് നല്ല ചൂടുകാലം തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ.